ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു അതിഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കോഴിക്കോട് തേഞ്ഞിപ്പാലം സ്വദേശിയായ അപർണ ശിവകാമിയാണ് അതിഥി. ഫെബ്രുവരി 4 നമുക്കെല്ലാവർക്കും അറിയാം ക്യാൻസർ ഡേ ആണ്. ലോകതലത്തിൽ തന്നെ ക്യാൻസർ ചർച്ചയാവുന്ന ഒരു ദിവസമാണ്. അതിൽ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് അത് അതിജീവിച്ച മനുഷ്യരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലൊരു ഉദാഹരണം തന്നെയാണ് അപർണ ശിവകാമി എന്ന ടീച്ചർ. അവരോട് നമുക്ക് അവരുടെ എങ്ങനെയാണ് ഇത് അതിജീവിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിൽ പവർ, അത് നേരിടാനുള്ള ഒരു വിൽ പവർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അതാണ് ഇന്നത്തെ അതിഥിയിൽ അവർ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. സ്വാഗതം. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ഐ ആം ആൻഡ് ഐ വിൽ. നമ്മൾ അതിജീവിക്കുക, രോഗി അതിജീവിക്കുക എന്നുള്ള അതന്നെയല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അസുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ. അതെ തീർച്ചയായിട്ടും. നേരത്തെ വി ക്യാൻ എന്നായിരുന്നു. അപ്പോൾ കൂട്ടത്തിന് പ്രാധാന്യം ഉണ്ടെച്ചാൽ പോലും ഒരു രോഗിയുടെ മാനസികാവസ്ഥ, അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഐ വളരെ പ്രധാനമാണ്, വി വേണമെങ്കിൽ പോലും. അതെ. അപ്പോൾ ടീച്ചറിന് ഈ അസുഖം കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ഈ അസുഖം കണ്ടെത്തുന്നതിന് മുന്നേ നല്ല ഭയങ്കരമായിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ലൈഫ്. അതിന് എന്തെങ്കിലും വ്യത്യാസം ഇതിന് ശേഷം ഉണ്ടാവുകയാണ്? തീർച്ചയായിട്ടും വ്യത്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ വലിയ നിരാശയും സങ്കടവും, അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ രോഗം വരുമ്പോൾ ഒരാൾക്ക് ഉണ്ടായിരിക്കാവുന്ന, അതിനു മുന്നേ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച ഒരാൾക്ക് അതിന് ശേഷം ഉണ്ടാവുന്നത് എന്തെന്നുണ്ടല്ലോ. സത്യത്തിൽ എൻ്റെ ജീവിതത്തെ വളരെ പോസിറ്റീവായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അസുഖം ചെയ്തതെന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവരും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ ആത്മവിശ്വാസം വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് നേരത്തെ മറ്റുള്ളവരെ അഭിമുഖീകരിച്ച് സംസാരിക്കാനൊന്നും അത്ര എനിക്ക് താല്പര്യമില്ല. ഏറ്റവും അടുത്ത കൂട്ടത്തോട് സംസാരിക്കുമെന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആൾക്കൂട്ടത്തോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, പിന്നെ എന്തും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അസുഖം സാധാരണ ഒരു അസുഖം വന്നാൽ ഇപ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവില്ല. എങ്ങനെ ഫാമിലിയിൽ അറിയിക്കാൻ എത്ര മുൻകരുതലെടുത്ത്? ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് പോയി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇവിടെ. ഹസ്ബൻഡ് ഷൂട്ടിംഗ് ആവശ്യത്തിന് കോട്ടയത്തായിരുന്നു. അപ്പോൾ ഞാൻ അറിയിക്കേണ്ട ആളെന്ന് പറയുന്നത് വർക്കിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നമോ സംഘർഷമോ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. പിന്നെ കൂടെ ഉള്ളത് മോളാണ്. അവളെ ഇതിൻ്റെ ഏറ്റവും ലഘുവായ രീതിയിൽ ഇത് അവതരിപ്പിച്ച് അവൾക്ക് ഇത് താങ്ങാനും ഇത് വളരെ നിസ്സാരമായ ഒന്നാണെന്ന് തോന്നിക്കാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. പുറത്ത് സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമാണ് അല്പം സമനില തെറ്റി എന്ന് കരയോ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മോളും പെട്ടെന്ന് തന്നെ ഈ അസുഖം വലിയൊരു അപകടം എന്നുള്ള രീതിയിൽ എടുക്കാതെ, എന്നെ പേടിപ്പിക്കാതെ, എന്നെ വിഷമിപ്പിക്കാതെ, അവളും ഇത് വളരെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. കൂടെയുള്ളവരൊക്കെ, ഹസ്ബൻഡാണെങ്കിലും ഒക്കെ ഒരു രോഗിയായിട്ട് എന്നെ കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവരോടൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക നന്ദി. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഒരുപാട് എന്നെ ഇവർ രോഗിയായിട്ടാണോ കാണുന്നത് എന്നൊക്കെയുള്ള ചില നിരാശയിലൊക്കെ പെട്ടു പോകുമായിരുന്നിരിക്കാം. പക്ഷെ ഒന്നും ഉണ്ടായില്ല. വളരെ സ്നേഹത്തോടെയും കരുതലോടെയും, പക്ഷെ രോഗിയാണെന്നുള്ള പ്രത്യേക ഒരു കൺസിഡറേഷൻ ഒന്നും തരാതെ എൻ്റെ കൂടെ എപ്പോഴും അന്ന് വരെ ഉള്ളതുപോലെ തന്നെ ഇവരെല്ലാം നിന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വലിയ ശതമാനം രോഗികളെ രക്ഷപ്പെടുത്താൻ പറ്റും ആദ്യ സ്റ്റേജിൽ തന്നെ. അതെ, ആ ഒരു ഘട്ടത്തിൽ തന്നെ ആയിരുന്നു. അതെ. എന്താ നമ്മളൊരിക്കലും എനിക്ക് അസുഖം വരും എന്ന് വിചാരിക്കില്ല എന്നുള്ളതാണ് ഓരോരുത്തരുടെയും നമ്മളുടെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മാസികകളിലും ഒക്കെ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനൊരു ശരീരപരിശോധന നടത്തിയിരുന്നില്ല. ബൈ ചാൻസ് മോളുടെ കൈ ഇങ്ങനെ എൻ്റെ ബ്രസ്റ്റിൽ തട്ടുകയും അപ്പോൾ വേദനിച്ച് തൊട്ട് നോക്കുമ്പോൾ ഒരു മുഴ പോലെ ഫീൽ ചെയ്തു. ഡോക്ടറെ കാണിക്കാനുണ്ടായത്. ഡോക്ടറുടെ കാര്യം പ്രത്യേകം പറയണം, അനീഷ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ തന്നെ
തൊട്ടിട്ട് ആ കണ്ണിലുണ്ട് എൻ്റെ എല്ലാ പരിശോധനാ ഫലവും. എനിക്കിനി ഫർദർ ചെക്കപ്പിന് പോകണ്ട, കാരണം അത്രയ്ക്കും ഡോക്ടർക്ക് മനസ്സിലായി തൊട്ട് നോക്കിയപ്പോൾ തന്നെ. പിന്നെ ഉടനെ തന്നെ മാമോഗ്രാം, ബയോപ്സി. അപ്പോൾ ഏർലി സ്റ്റേജാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതും. ഏർലി സ്റ്റേജിൽ തന്നെ സർജറി ചെയ്ത ആൾക്കാർ, പക്ഷേ ഡിറ്റക്റ്റ് മാമോഗ്രാമിൽ അത് ക്യാൻസറസ് ആണെന്ന് അറിയാതെ പോയ അങ്ങനെ അബദ്ധം സംഭവിച്ചു. അതുകൊണ്ട് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഡോക്ടറെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റിൽ തന്നെ പരിശോധന നടത്തുക, സർജറി നടത്തുക. അപ്പോൾ പിന്നെ വേറെ അപകടങ്ങളൊന്നും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ഒരുപാട് പേര് പേടിച്ചിട്ട് ചികിത്സിക്കാൻ പരിശോധിക്കാൻ പോകാതിരിക്കുന്നവരുണ്ട്. പക്ഷേ അത് വലിയ അപകടത്തിലേക്കാണ് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുറേ കൂട്ടുകാരികൾ ഈ പറഞ്ഞ പോലെ സംശയമുണ്ട്, തൊട്ട് നോക്കുമ്പോൾ സംശയമുണ്ട്, പക്ഷേ ഇത് എങ്ങാനും അതാണെങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നവർക്ക് പേടിച്ചിട്ട് കാണിക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഈ അസുഖത്തെ പേടിക്കുന്നുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആദ്യ കീമോ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ആളുകൾ ഭയങ്കര ക്ഷീണം, അതൊക്കെ എങ്ങനെയായിരുന്നു തരണം ചെയ്തത്? ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു? ഈ അസുഖത്തിന് 3 ഘട്ടമാണ് ചികിത്സയ്ക്കുള്ളത്. ആദ്യം സർജറി, പിന്നെ കീമോതെറാപ്പി, പിന്നെ റേഡിയേഷൻ. അങ്ങനെയായിരുന്നു എനിക്ക് നിർദ്ദേശിച്ചിരുന്നത്. സർജറി വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. സർജറിയുടെ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രൈനേജ് ഉണ്ടാവും. ഈ ലിംഫിനോട് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഡ്രൈനേജ് ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില്ലറ മാനേജ്മെൻറ്റ് പ്രശ്നം, എപ്പോഴും നമ്മുടെ കയ്യിൽ ഡ്രൈനേജ് ഇങ്ങനെ കൊണ്ട് നടക്കണം. അപ്പോൾ അതൊക്കെ ഞങ്ങളൊരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് അത് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ കീമോയാണ് ഡോക്ടർ, അടുത്തത് കീമോയാണ്. ഹെയർ ലോസ് ഉണ്ടാവും. 2ാമത്തെ കീമോയൊക്കെ കഴിയുമ്പോഴേക്കും മുടി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് കീമോയുടെ തലേദിവസം തന്നെ പോയിട്ട് മുടി ഷേവ് ചെയ്തു. പിന്നെ 6 മാസക്കാലമാണല്ലോ, ഇനി പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാണ്ട് ഇരിക്കേണ്ടി വരിക. ശരിക്കും അത് വായനയ്ക്കൊക്കെ പറ്റുന്ന ഒരു സമയമായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങി മുടിയൊക്കെ മുട്ടയടിച്ച് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അങ്ങനെ മുടി പോകുന്നത് എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. അത് വേറൊരു തരത്തിലുള്ള ഒരു കാഴ്ചയ്ക്കും ഒരനുഭവത്തിനും ഒക്കെ കാരണമായി തന്നെ തോന്നുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ആളുകൾക്ക് മുടി കൊഴിഞ്ഞു പോയാൽ ഒരു കർച്ചീഫോ അല്ലെങ്കിൽ ഒരു സ്കാർഫോ ഒക്കെ കെട്ടി നടക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള സന്ദേശം കൂടിയായിരുന്നു ആ ഒരു ഫോട്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും നമ്മൾ അത് ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ മുടിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവോ സങ്കടമോ ഉണ്ടാക്കേണ്ട ഒന്നല്ല. അതിനെ നമുക്ക് ചിരിയോടെ നേരിടാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് എല്ലാവരോടും പറയേണ്ടത്. അത് ഈ രോഗത്തെ പറ്റിയുള്ള മൊത്തം മനോഭാവത്തിൽ ഒരു ഇടപെടൽ നടത്തണം എന്നെനിക്ക് അങ്ങനെ തോന്നി. കാരണം ആരും, എൻ്റെ കൂട്ടുകാർ വരെ ഈ അസുഖം ഐഡൻറ്റിഫൈ ചെയ്ത ഉടനെ വളരെ രഹസ്യമായിട്ടാണ് എന്താണെന്ന് മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന പോലെ, വയ്യ എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. ഒരു പനിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും പറയുന്നത്. പക്ഷേ എന്തിനാണ് ഒരു അസുഖം പറയാൻ പേടിക്കുന്നത്? അങ്ങനെ മറയ്ക്കേണ്ട കാര്യം എന്താണെന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പുറം ലോകത്തോട് പറയുക, അതിനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം ഫേസ്ബുക്കാണെന്ന് തോന്നി. അപ്പോൾ രോഗിയാണെന്ന് പ്രഖ്യാപിച്ചതും മുടിയില്ലാതെ നിൽക്കുന്നത് വളരെ കൂളാണെന്നുള്ളത് പറഞ്ഞതും ഒക്കെ ഫേസ്ബുക്ക് വഴിയാണ്. ശരിയാണ്. അത് നമ്മളിങ്ങനെ കുറേ ആളുകളെയൊക്കെ ട്രെയിനിലൊക്കെ RCCയിലേക്ക് പോകുന്ന ആളുകളെ കാണാറുണ്ട്. ഭയങ്കര ഗ്ലൂമിയായി, ഒന്ന് ചിരിക്കുന്നത് പോലും വളരെ കഷ്ടപ്പെട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഫ്രീ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? അതെന്താന്ന് വെച്ചാൽ ഈ രോഗം മാത്രമല്ല ആൾക്കാരെ തളർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, കൂടെയുള്ളവരുടെ ഇതിനോടുള്ളൊരു മനോഭാവം, പേടി. ഇപ്പോൾ MVRൽ ആദ്യം റേഡിയേഷന് വേണ്ടി ഞാൻ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളൂ. ആ സമയത്ത് രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അവർ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയാണ്. ശരിക്കും ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചപ്പോൾ ഞാൻ ആകെപ്പാടെ എൻ്റെ മുഴുവൻ എനർജി നഷ്ടപ്പെട്ടു. കാരണം അസുഖത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന
കുഴപ്പങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര നിരാശയിൽ വന്നു. പിന്നെ ക്യാൻസർ രോഗികളെ സന്തോഷിപ്പിക്കാത്ത, ചിരിപ്പിക്കാത്ത ഒരു പ്രധാന ഘടകം ചികിത്സയുടെ ചെലവാണ്. കാരണം ഇനി എന്ത് എനിക്ക് വേണ്ടി എവിടെ നിന്നുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ ഇതിനെ കുടുംബം മറികടക്കും സാമ്പത്തിക പ്രശ്നങ്ങളെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ചിരി പോകുന്നത്. പലപ്പോഴും മരണത്തിൻ്റെ വക്കിലൊക്കെ എത്തിയിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അതിന് ഒരു പങ്ക് ഈ സ്ത്രീകൾ തന്നെയില്ലേ? ഇങ്ങനെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കണോ, പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കണോ, അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞിട്ട് ഒന്നിനും സമയം കിട്ടാത്ത ഒരവസ്ഥയുണ്ട് പൊതുവെ കുടുംബിനികൾക്കെല്ലാവർക്കും. അപ്പോൾ ഈ ഹെവി ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് വർഷങ്ങളോളം വയറുവേദന ഉണ്ടായിട്ടും അതൊക്കെ പറയാതെ അതും ആയി നടന്ന് അങ്ങ് 4th സ്റ്റേജിലൊക്കെ എത്തിയിട്ട് മാത്രം രോഗം ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ശരിക്കും ആരംഭഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ചികിത്സിച്ചാൽ പെട്ടെന്ന് ചികിത്സയുള്ള അസുഖമാണെന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം. മരുന്നില്ലാത്ത, ചികിത്സ കണ്ടുപിടിക്കാത്ത എത്രയോ അസുഖം, ഇപ്പം ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം, പിന്നെ കിഡ്നി പേഷ്യൻസ്, ഈവൻ പ്രമേഹം പോലൊന്ന് നോക്കൂ, ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണ് അല്ലേ, ഇഞ്ചക്ഷനൊക്കെ ആയിട്ട്. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്താൽ കൃത്യമായ പാറ്റേണിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നു, പിന്നെ ആൾ രോഗിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ലൈഫ് പാർട്ട്നേഴ്സൊക്കെ ഉള്ള ആളുകൾ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, ആ സപ്പോർട്ട് ഭയങ്കര കരുത്തായിരിക്കും അല്ലേ പേഷ്യൻസിന്? തീർച്ചയായിട്ടും. ഒന്നാമത് ഇത് വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ മരുന്നും ഈ രോഗാവസ്ഥയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജീവിത പങ്കാളി അത് തിരിച്ചറിയുക, അതിൻ്റെ ഒപ്പം നിൽക്കുക, ഈ വൈകാരിക പ്രതിസന്ധികളിൽ തിരിച്ചറിഞ്ഞിട്ട് കൂടെ നിൽക്കുക. ഇപ്പോൾ മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടുണ്ടായ നിരാശ കൊണ്ടോ ഒക്കെ ദേഷ്യം വരുന്നവരുണ്ടാവാം, എന്തെങ്കിലും പറയുമ്പോഴേ പൊട്ടിക്കരയുന്നവരുണ്ടാവാം. അപ്പോൾ അതിനൊപ്പം നമ്മളും പ്രതികരിക്കണം എന്ന് വിചാരിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയും കൂടെയുള്ള ഓരോരുത്തരും വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാലത്ത് കുറേ ആശുപത്രി, കുറേ വീട്, ഒരു നമ്മുടെ ഒരു ജീവിതശൈലി പെട്ടെന്ന് മാറുകയാണ്, ഒരു രീതി മാറുകയാണല്ലോ. എങ്ങനെയാണ് അത് മോളും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ അതെങ്ങനെ മാനേജ് ചെയ്തത്? നമ്മൾ വീടും ഹോസ്പിറ്റലും വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആസ്പത്രി അഡ്മിറ്റ് ആയത് ആകെ റേഡിയേഷൻ്റെ സമയത്ത് മാത്രമാണ്. ബാക്കി പോയി വരിക തന്നെയാണ്. പിന്നെ ഞാൻ മാത്രം വീടിൻ്റെ ഒരു നെടുന്തൂൺ എന്നൊരവസ്ഥ ഇവിടെ ആദ്യം ഇല്ല. ഞാൻ ഇവിടെ യാത്രകൾ പോവുകയൊക്കെ ചെയ്യുമ്പോഴും പ്രതാപ് ആണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മറ്റ് പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് അതൊരു മാനേജ് ചെയ്യാനൊരു പ്രയാസം ഉണ്ടായില്ല. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിലും നമ്മളെ ഈ ഒരു സമയമുണ്ടല്ലോ അതങ്ങനെ മാനേജ് നമുക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ വരയ്ക്കുക, കുറേ ആളുകളൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വരയ്ക്കുക, വായിക്കുക, ഇതിനൊക്കെ ഒരു നല്ലൊരു അവസരം കൂടിയായിരിക്കും. ചിലപ്പോൾ ഒരു റെസ്റ്റ് അല്ലേ, നമുക്കൊരു സമയം കിട്ടിയ ശരിക്കും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കനിഞ്ഞു കിട്ടിയ സമയമായിട്ട് അതിനെ ഉപയോഗിക്കാം. പക്ഷെ വായനയും ഇതൊക്കെ ഓരോ സമയത്തിന് അനുസരിച്ചിരിക്കും എന്ന് മാത്രം. കീമോയുടെ ഒക്കെ ഒരു എന്നാലും ഞാൻ വാങ്ങിയ പുസ്തകം മുഴുവൻ വായിച്ച് തീർത്തിരുന്നു. കുറച്ച് ഇതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഞങ്ങളിവിടെ ബോൾ വരെ കളിക്കുമായിരുന്നു. നമ്മുടെ ഈ അതിജീവിച്ച് കഴിഞ്ഞു എന്നുള്ള മനുഷ്യന്മാർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതിജീവിച്ച് കഴിഞ്ഞു എന്നുള്ളപ്പോഴല്ല ധൈര്യം വരെ, ശരിക്കും മുഖാമുഖം നിൽക്കുമ്പോൾ തന്നെ ധൈര്യം വരും. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിനെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ, മറികടന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. ഒന്ന് കരുതിയാൽ നമുക്കിതിന്ന് രക്ഷപ്പെടാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു അസുഖം കഴിഞ്ഞു, ഒരു പീരീഡൊക്കെ കഴിഞ്ഞു ഒക്കെ വന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശമോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്ത്രീകൾ കുറച്ചുകൂടെ സ്ത്രീകളുടെ ആരോഗ്യം, അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം കുറച്ചുകൂടെ അവർ ബാക്കിലായതുകൊണ്ടാണ്. അതെ തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഈ ടൈപ്പ് അസുഖങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാനും വേറെ ഏതൊരാൾക്കും അസുഖം വരാനുള്ള പോലെ സാധ്യതയെ ഇനി എനിക്കുമുള്ളൂ ഈ അസുഖം വരാൻ. പക്ഷേ ഞാനൊരു രോഗിയായിട്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ കണ്ണിൽ ഉണ്ടാവുക. അപ്പോൾ അത്തരമൊരു കാഴ്ചപ്പാട് മാറണം എന്ന് ഞാൻ കരുതുന്നുണ്ട്.
ശരിക്കും രോഗികളോട്. അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ രോഗത്തിൽ നിന്ന് റിക്കവറായി കഴിഞ്ഞ ഒരാളെ വീണ്ടും ഒരു രോഗി എന്നുള്ളൊരു മനോഭാവത്തോടെ കാണേണ്ടതില്ല. അവരെ സാധാരണ വ്യക്തികളായിട്ട് തന്നെ കാണുക, പരിഗണിക്കുക. പിന്നെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നതെന്ന് പലരും പലതും പറയുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, ആഹാരം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഫാസ്റ്റ് ഫുഡോ നോൺ ഫുഡോ ഒന്നും അധികം കഴിക്കുന്ന ആളല്ലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളാണെന്ന് എനിക്ക് തോന്നണില്ല. ഹോർമോൺ റിലേറ്റഡ് ഒക്കെ തന്നെ ആവാം. പക്ഷേ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല ഡോക്ടറെ ഏറ്റവും നല്ല സംവിധാനത്തിൽ പോയി ചികിത്സ നടത്തുക. അത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് ഈ അസുഖത്തെ തടയാമെന്നൊന്നും, പ്രത്യേകിച്ചും ഇപ്പോൾ അത്രയും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കാണുക, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നോക്കുക. അപ്പോൾ ഇതാണ് ടീച്ചർ പറയുന്നത്, നമുക്ക് സാധിക്കും. അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനും അത് മറികടന്ന് ജീവിതത്തോട് മുന്നോട്ട് പോകാനും കഴിയുമെന്നാണ് ടീച്ചർ നമ്മളോട് പറയുന്നത്.